കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചിട്ടുള്ളത് മുട്ടാർ ഗ്രാമപഞ്ചായത്തിലാണ്. 14 വാർഡുകളിലെ 90% ആളുകളെയും ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കുമൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മനീഷ് മെഹിബാൽ ചേരുകയാണ്. മനീഷ്, 90% ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ 90% വീടുകളിൽ വെള്ളം കയറി എന്നാണ് അർത്ഥം. അത്രയ്ക്കും ആ ഒരു നാടിനെ ഈ ഒരു പ്രളയം, ഈ ഒരു ദുരിതം ബാധിച്ചിട്ടുണ്ട് അല്ലേ മനീഷ്? ഷിയാസ്, ഞാൻ നിൽക്കുന്ന ഒരു വാഹനത്തിന്, വലിയ വാഹനം, ലോറിയുടെ പുറത്താണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡുകളുണ്ട്. ആ 14 വാർഡുകളിലെ 90% വീടുകളിലെയും ആളുകളെയും ബന്ധുവീടുകളിലേക്കും പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റി. അത്രത്തോളം വീടുകളിൽ വെള്ളം നിറഞ്ഞു. അങ്ങനെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇടങ്ങറ ചക്കുളത്തുകാവ് റോഡാണ്. ആ റോഡിലേക്ക് വെള്ളം നിറഞ്ഞ് ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടെ താമസിക്കാൻ പോയിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ ഇവിടെയുള്ള ആളുകളെ ടോറസ് വാഹനത്തിൽ, നമ്മൾ പോകുന്നത് ഒരു ടോറസ് വാഹനത്തിലാണ്. ടോറസ് വാഹനത്തിൽ അങ്ങനെ ആളുകളെ ഇവിടെ നിന്നും മാറ്റുകയാണ്. ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ രാത്രി അടക്കം കിഴക്കൻ വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയാൽ ഇവിടെയുള്ള വീടുകളിലേക്കടക്കം, അതായത് വീടുകളിലേക്കടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാം. വീടുകളെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഇനി വരുന്ന മണിക്കൂർ വെള്ളം കയറിയാൽ ഇപ്പോൾ കഴിയുന്ന 10% ആളുകൾക്ക് കൂടി ക്യാമ്പിലേക്ക് മാറേണ്ടി വരും. ഇനി ക്യാമ്പുകളിൽ കൂടി 10%, അതായത് താഴത്തെ നിലയിലടക്കം, അതായത് വലിയൊരു സ്കൂളുണ്ട്, ആ സ്കൂളിന്റെ താഴത്തെ നിലയിലടക്കം മുട്ടാറിൽ വെള്ളം കയറിയെന്നാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ മുട്ടാറിലുള്ള മുഴുവൻ ആളുകളെയും, ഈ അപ്പർ കുട്ടനാടിന്റെയും ലോവർ കുട്ടനാടിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് മുട്ടാർ. ഇവിടേക്കുള്ള ഗതാഗതമടക്കം ഇപ്പോൾ സ്തംഭിച്ചു. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലായതുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുകയാണ്. ഏട്ടാ, ഈ ആളുകളെ മൊത്തം ഇവിടുന്ന് മാറ്റുകയാണോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് മുഴുവൻ ആളുകളെ മാറ്റേണ്ട ഒരു സാഹചര്യമാണ് മുട്ടാറിലുള്ളത്. മുട്ടാർ പഞ്ചായത്ത് നേരിടുന്ന ഒരു പ്രതിസന്ധി ഇപ്പം നിങ്ങൾ കണ്ടു. ഇത് മുട്ടാറിനെ മറ്റു സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന മുട്ടാർ മെയിൻ സെൻട്രൽ റോഡാണ്. ഈ റോഡിൽ മുട്ടാർ റോഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ റോഡിലൂടെ മാത്രമേ നമുക്ക് കരയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഇവിടെ തോടുകളിലും ആറുകളിലും ഒക്കെ ഉള്ള പ്രതിസന്ധികൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരിക്കലും മറ്റൊരു മാർഗ്ഗം ഉപയോഗിക്കാൻ പറ്റാത്തൊരു നില നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യമേ തന്നെ നിങ്ങളെ മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ അഭിനന്ദിക്കുക. ഞാൻ മുമ്പേ ഒരു ചാനലിൽ പറഞ്ഞ പോലെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് മുട്ടാറിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒരു മീഡിയയിലൂടെ പുറത്തേക്ക് വരുന്നത്. കാരണം എവിടെയെങ്കിലും നിന്ന് ആളുകൾ പറയുക മുട്ടാറിൽ വെള്ളമാണെന്ന് പറയുന്നതിനപ്പുറം നിങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് കുട്ടനാട് MLA ഒരു വലിയ ഇടപെടലുകൂടി ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും മുട്ടാർ പഞ്ചായത്ത് എന്താണ്, കാരണം ആദ്യമായി മുട്ടാറിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ മണിമലയാറ് നിറഞ്ഞു കഴിഞ്ഞാൽ മുട്ടാർ പഞ്ചായത്ത് ഒറ്റപ്പെടുക എന്നുള്ളത്. അതിന് വേണ്ടുന്ന നടപടികൾ വരുന്ന ആളുകൾ നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതെ ഷിയാസ്, അതായത് ഇവിടെയുള്ള ആളുകളെ ഇങ്ങനെ ഓരോ ടോറസ് വാഹനങ്ങളിൽ ഓരോ മണിക്കൂറിലും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 2018 പോലും വരാത്ത തരത്തിലുള്ള വെള്ളം മുട്ടാർ പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടാർ പഞ്ചായത്ത് ഒറ്റപ്പെട്ടു. 14 വാർഡുകളിലെയും 90% ആളുകളെയും നിലവിൽ മാറ്റിയിട്ടുണ്ട്. 10% ആളുകളെ നിർബന്ധപൂർവ്വം മാറ്റുകയാണ്. അതായത് ഉയരത്തിൽ കെട്ടിയ കെട്ടിടങ്ങളിലടക്കം താമസിക്കുന്നവരുണ്ട്. എന്താണെങ്കിലും ഇപ്പോഴിതാ ഇടങ്ങറയിലേക്കും ഒപ്പം തന്നെ ഇടത്വ ഭാഗത്തേക്കുമാണ് ഇവിടെയുള്ള ആളുകളെ മാറ്റുന്നത്. നമ്മളൊരു ടോറസ് വാഹനത്തിലാണുള്ളത്. അങ്ങനെ ഇവിടെയുള്ള ആളുകളെ ടോറസ് വാഹനത്തിലാണ് നിലവിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു റോഡാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പുഴയായി നമുക്ക് തോന്നും. അത്തരത്തിലാണ് ഈ ആലപ്പുഴയിലെ കുട്ടനാട് പ്രദേശങ്ങൾ, മുട്ടാർ പ്രദേശങ്ങൾ, മുട്ടാർ പഞ്ചായത്തിനെയൊക്കെ ഈ ഒരു ദുരിതം ബാധിച്ചിട്ടുള്ളത്.